ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സെല്ലിന്റെ താഴെ ഭാഗത്തെ അഴികൾ മുറിച്ച് കിടന്ന് നിരങ്ങി പുറത്തെത്തിയ ശേഷം വാട്ടർ ടാങ്ക് കമഴ്ത്തിവെച്ച് അതിൽ കയറിയാണ് ആദ്യം അതിൽ ചാടിയത്. പത്തു മാസം നീണ്ട പരിശ്രമത്തിനൊടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കായ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ച 10ാം ബ്ലോക്കിന്റെ അഴികൾ അറുത്തുമാറ്റിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എത്രമാത്രം ആസൂത്രണം ഗോവിന്ദച്ചാമി നടത്തി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങളെല്ലാം. സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി മുറിച്ചുമാറ്റിയ അഴികൾ തൽസ്ഥിതിയിൽ തന്നെ നൂലുകൊണ്ട് കെട്ടിവെച്ചാണ് ഗോവിന്ദച്ചാമി ഇറങ്ങിയത്. ഇതെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തം. ഈ സമയത്ത് സഹതടവുകാരൻ സെല്ലിൽ കിടക്കുന്നുമുണ്ട്. ഇയാൾ ജയിൽ ചാടാനായി ഒരു ശ്രമവും നടത്തിയതായി ദൃശ്യങ്ങളിൽ ഇല്ല. തിങ്കളാഴ്ച പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി സെല്ലിൽ നിന്ന് പുറത്തു കടന്നത്. അതിനുശേഷം അഴികൾ നേരെയാക്കി. മാറാനുള്ള വസ്ത്രവും കൈമറക്കാനുള്ള തുണിക്കെട്ടും എല്ലാം എടുത്ത് സെല്ലിന്റെ കവാടത്തിൽ നിന്ന് പുറത്തേക്ക്. അതിനുശേഷം മതിൽ ചാട്ടം. ആദ്യ ചാട്ടത്തിന് സഹായകമായത് 300 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക്. ഇതിനു മുകളിൽ കയറി ചാടിയ മതിൽ പക്ഷേ മാറിപ്പോയി. പുറത്തേക്കുള്ള മതിലിന് പകരം ജയിലിന് അകത്ത് തന്നെയുള്ള ക്വാറന്റൈൻ ബ്ലോക്കിലേക്കാണ് ഗോവിന്ദച്ചാമി എത്തിയത്. ജയിലിലെ ഏറ്റവും ഉയരം കൂടിയ മതിലാണിത്. ഇത് ചാടിക്കടക്കാൻ ഗോവിന്ദച്ചാമി 2 മണിക്കൂറിലേറെ സമയമെടുത്തു. ഈ ചാട്ടത്തിന് മരക്കമ്പുകളാണ് പ്രധാനമായും ഗോവിന്ദച്ചാമി ഉപയോഗിച്ചത്. ഒപ്പം ബെഡ്ഷീറ്റ് കെട്ടിയുണ്ടാക്കിയ വടവും. വടികുത്തി ഇതിൽ പിടിച്ചുകൊണ്ടാണ് ഈ മതിലിലേക്ക് വലിഞ്ഞു കയറിയത്. പലതവണ വീണു. 5 മണിയോടെയാണ് മതിൽ ചാട്ടം പൂർത്തിയാക്കി ഗോവിന്ദച്ചാമി പുറത്തെത്തിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മറ്റാരുടെയും സഹായം ഗോവിന്ദച്ചാമിക്ക് കിട്ടിയില്ലെന്ന് വ്യക്തം. ത്രില്ലർ സിനിമയെപ്പോലും വെല്ലുന്നതാണ് ഗോവിന്ദച്ചാമിയുടെ ഈ ജയിൽ ചാട്ടം. അതുതന്നെയാണ് ഈ കഥയെ പരക്കെ അവിശ്വസനീയമാക്കുന്നതും. എന്നാൽ CCTV ദൃശ്യങ്ങൾ ഗോവിന്ദച്ചാമിക്ക് ഇതെല്ലാം സില്ലി എന്ന് വിളിച്ചു പറയുന്നത്. പുറത്തിറങ്ങിയ ശേഷം കാനത്തൂർ അമ്പലം ഭാഗത്തേക്കാണ് ഗോവിന്ദച്ചാമി പോയത്. പലരോടും വഴി ചോദിച്ചു. കുറെ നടന്ന് വഴി തെറ്റിയെന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു നടന്നു. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. AKG ആശുപത്രിക്ക് സമീപത്തെ മിൽമാബൂത്തിന് സമീപത്ത് വെച്ചും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഗോവിന്ദച്ചാമി തേടിയിരുന്നു. തളാപ്പ് ഭാഗത്തേക്ക് നടന്നതും റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമിട്ടാണ്. DCC ഓഫീസിന് സമീപം എത്തിയപ്പോഴാണ് ആളുകൾ തിരിച്ചറിഞ്ഞത്. ഇതോടെ ഓടി കാട്ടിലൊളിച്ചു. പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് കിണറ്റിൽ ഇറങ്ങി ഒളിച്ചതും പിന്നീട് ഗോവിന്ദച്ചാമി പിടിയിലായതും. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.